നാട്ടുകാരെന്ത് വിചാരിക്കും, ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് പല വട്ടം എൻ്റെ പല കാര്യങ്ങളും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മളോട് അവരെന്ത് പറഞ്ഞോ അത് അവർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ബാംഗ്ലൂരേക്ക് പോവാണ്. അപ്പം ബാംഗ്ലൂരേക്ക് BBA ഏവിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പം ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. ഇപ്പം അതും പോരാഞ്ഞിട്ട് ഞാനിപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇപ്പം വസ്ത്രങ്ങൾ ഇടുമ്പോൾ ഓരോരോ വസ്ത്രങ്ങൾ ഇടുമ്പോൾ അത് മറയുന്നില്ല, അല്ലെങ്കിൽ ഇത് നാവുന്നില്ല, ഇനി എന്തിനാ ജോലിക്ക് പോകുന്നത്, ഇത്രയും സമയമായിട്ട് ഇനി എന്തിന് ജോലിക്ക് പോവുക, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നൊക്കെയുള്ള തോന്നലുകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആകെ ഒരു ലൈഫേ നമുക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സീറോ ആയി പോകും. ഹായ്, ഇറ്റ്സ് മീ ശ്യാം. നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ എത്ര വിലപ്പെട്ട അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി. നോക്കാം നമുക്ക് ഇന്നത്തെ യൂത്ത് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നതെന്ന്. വെൽക്കം ടു ശ്യാമിൻ്റെ യാത്രകൾ. എന്നെപ്പറ്റി നാട്ടുകാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ട് നമുക്കുള്ള അവസരങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ മുടങ്ങിപ്പോവുക ചെയ്തിട്ടുണ്ടോ? ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വിസ്മയ വിജിതന് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ചെറുപ്പത്തിലൊക്കെ കുറേ വട്ടം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരെന്ത് വിചാരിക്കും, ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് പല വട്ടം എൻ്റെ പല കാര്യങ്ങളും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ ഓരോ പ്രാവശ്യം മാറ്റി നിർത്തുമ്പോൾ പിന്നെ ആലോചിക്കും അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളോട് അവരെന്ത് പറഞ്ഞോ അത് അവർ ചെയ്തിട്ടുണ്ടാവും. അതവർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് അത് നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് അവരുടെ പേഴ്സ്പെക്റ്റീവിലേക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം. നമുക്ക് എന്ത് തോന്നുന്നു അത് നമ്മൾ ചെയ്യണം. അതിൽ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അത് ചെയ്യണോ വേണ്ടയോ എന്നല്ല. നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമുക്കത് അത്രയും വേണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ആര് പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ ലൈഫും അവരുടെ ജീവിത സാഹചര്യങ്ങളും വേറെ ആയിരിക്കും. അവർ ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് തെറ്റായി തോന്നുമായിരിക്കാം. പക്ഷെ നമ്മളെ ജീവിത സാഹചര്യം നമ്മളെ ഇഷ്ടങ്ങളും നമുക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുമ്പോൾ എന്ത് ശരിയായുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളതായ കാര്യങ്ങൾ മാറ്റി നിർത്താൻ പാടില്ല. നമുക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്യണം. ആ സമയത്ത് ചെയ്തിട്ടില്ല പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ മുടക്കമുണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എൻ്റെ വിദ്യാഭ്യാസം ആയാലും ഇപ്പം ഞാൻ ബാംഗ്ലൂരേക്ക് പോവാണ്. അപ്പം ബാംഗ്ലൂരേക്ക് BBA ഏവിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പം ഈ കാര്യത്തിന് വേണ്ടി തന്നെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. ഇപ്പം ഫാമിലീസ് ആയാലും അതായത് ഫാമിലി ഫ്രണ്ട്സ് ആയാലും കാര്യങ്ങളായാലും ഇവരൊക്കെ എന്നെ എതിർത്തിട്ട് പോണ്ട, ആ സിറ്റി ഇങ്ങനെയാണ്, സിറ്റുവേഷൻ പറഞ്ഞ് അല്ലെങ്കിൽ അതിൽ പോയിട്ടൊന്നും നേടാനില്ല, ഇവിടെ നിന്ന് പഠിച്ചോ, പുറത്തേക്ക് പോവാതെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതും പോരാഞ്ഞിട്ട് ഞാനിപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇപ്പം വസ്ത്രങ്ങൾ ഇടുമ്പോൾ ഓരോരോ വസ്ത്രങ്ങൾ ഇടുമ്പോൾ അത് മറയുന്നില്ല, അല്ലെങ്കിൽ ഇത് നാവുന്നില്ല, അങ്ങനെ കുറേ വർത്തമാനങ്ങൾ ഉണ്ടായിട്ട്. ഇപ്പം ഞാൻ ഇന്ന സമയത്ത് ജോലി കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട് കക്കൂടി. അവിടെ പോകുമ്പം പോലും ഇങ്ങനത്തെ വർത്തമാനങ്ങളാണ് വരിക. ഇപ്പം എന്താ പറയുക, ഇനി എന്തിനാ ജോലിക്ക് പോകുന്നത്, ഇത്രയും സമയമായിട്ട് ഇനി എന്തിന് ജോലിക്ക് പോവുക, 10 മണിക്കാണ് ഞാൻ വീട്ടിലെത്തുക. അപ്പോൾ ഞാൻ പറയും എൻ്റെ ആ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങിയിട്ടേ പോയി. എനിക്കറിയാം ഞാൻ എന്താ ചെയ്യുന്നത്, അല്ലെ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് വൃത്തിക്കറിയാം. അപ്പം എൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ പോകണം, അല്ലെ എൻ്റെ വീട്ടുകാർ തന്നെ വേണം. പുറത്തുനിന്ന് ഒരാൾ വന്ന് അതിൽ ഒപ്പീനിയൻ പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ ഏതൊരു പെൺകുട്ടിയും നേരിടുന്ന കാര്യമാണ് ഫാമിലി അല്ലാണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും പറയാതായി പോകുന്നത്. കാര്യം എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് പറ്റണ്ടാവും. ഈ ഫാമിലീസ് ആയാലും അച്ഛനും അമ്മയായാലും പോലും പറയും, നീ അത് പറയരുത്, നീ ആ പറയുന്ന തെറ്റാണ്, നിന്റെ വയസ്സിന് മൂത്ത ആൾക്കാരാണെന്ന് വരെ പറയും. ഈ പറയുമ്പം ഈ കുട്ടിക്കൊന്നും പറയാൻ പറ്റില്ല, എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാവും. അപ്പം വേറൊരാൾ എന്ത് വിചാരിക്കും നമ്മൾ നോക്കേണ്ട കാര്യം. കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാം നമുക്ക് ചെലവിന് തരുന്നത്, ഇവരെല്ലാം നമുക്ക് ഡ്രസ്സിന് പൈസ വാങ്ങാൻ തരുന്നത്, ബസ്സിന് പോകാൻ പൈസ തരുന്നത് ഇവരല്ല, പഠിക്കാൻ വിടുന്നത് ഇവരല്ല, നമ്മുടെ അച്ഛനും അമ്മയാണ് പഠിക്കാൻ വിടുന്നത്, നമ്മൾ അടുത്തത് എന്ത് പോകണം എന്ന് വിചാരിക്കുന്നത് ഇവരല്ല. ഇവർ കാരണം നമുക്കൊരു വീട്ടിലേക്ക് ഒരു 5 പൈസ കിട്ടുന്നില്ല. അത് നമ്മൾക്കൊരു ഉറപ്പുണ്ട്, നമ്മൾ ഇങ്ങനെ പോവില്ല, അല്ലെ നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകും. കാര്യം എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്ന, അല്ലെ ഇന്ന ആൾക്കാർ ഇന്ന വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെ ഇന്ന ആൾക്കാർ നോക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എവിടെയെങ്കിലും എത്തില്ല. റജിന, മറ്റുള്ളവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ട നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ?
എൻ്റെ ലൈഫിൽ അങ്ങനെ പല നല്ല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ചെറുപ്പകാലങ്ങളിലൊക്കെ. കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നൊക്കെയുള്ള തോന്നലുകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആകെ ഒരു ലൈഫേ നമുക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നന്നായിട്ട് ജീവിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ ഓപ്പോസിഷനോ അല്ലെങ്കിൽ അവരുടെ എന്ത് വിചാരിക്കും എന്നുള്ള ഒരിത് നമ്മൾ ഒഴിവാക്കുക. നമ്മളെ റൂട്ട് ക്ലിയർ ആണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് നമ്മുടെ നല്ല അവസരങ്ങൾ അല്ല നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഈ സഭാകമ്പം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് പരിപാടികളിലൊന്നും പോകലില്ല. ഞാൻ അത്യാവശ്യം പാട്ടും ഡാൻസെല്ലാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കിട്ടുന്ന അവസരത്തിലെല്ലാം അന്നേരമെല്ലാം പോകാറുണ്ട്. മറ്റുള്ളവരൊന്നും ചിന്തിക്കലില്ല. എൻ്റെ ഒരു സന്തോഷം എന്തെന്നാന്നുള്ളത് ഞാൻ ആ ഒരു രീതിയിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേങ്കിൽ എന്നാലും അത് കുറേ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞമാതിൽ അവരത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയ ഒരാളായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികളോട് പ്രത്യേകിച്ചും ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ അവരെ സ്വപ്നം, അവരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവർ ഇനി എല്ലാം കൊണ്ടും തരണം ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ളത്. ഡ്രസ്സായാലും അവർക്ക് എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിലും എല്ലാം അത് മാറ്റി വെച്ച് അതിനായിട്ട് രംഗത്ത് വരണം എന്നാണ് ഇനിയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവർ പറയുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയേ ചെയ്യണ്ട. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സീറോ ആയി പോകും. അതിലൊരാളാണ് ഞാൻ. സീറോ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന, മറ്റുള്ളവർ എന്ത് വിചാരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സീറോ ആയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യുക, സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, പിന്നെ നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുക. അതാണ് ഏറ്റവും വേണ്ടത്. നമ്മളെ കാര്യങ്ങൾ വിട്ടിട്ട് വേറെ ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. ഏറ്റവും വലിയ പോയിന്റ് അതാണ്. ആദർശ്, നാട്ടുകാർ നമ്മളെപ്പറ്റി എന്ത് കരുതും, എന്നെപ്പറ്റി എന്ത് കരുതും, അല്ലെങ്കിൽ വീട്ടുകാർ എന്ത് കരുതും എന്നുള്ള ചിന്തിച്ചുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും അവസരങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അവസരങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങൾ പറയുന്ന പോലെ ഒരു കാലത്ത് എൻ്റെ വീട്ടുകാർ പറയുന്നതും നാട്ടുകാർ പറയുന്നതും ഒക്കെ കേട്ട് പല ഡ്രീംസുകളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെയല്ല. ഇപ്പോൾ എനിക്കെന്താ തോന്നുന്നത് അത് നമ്മൾ ചെയ്യും. ഇപ്പോൾ ആരെ വാക്കും കേട്ടിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അതാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടി ബോൾഡായി എന്താണ് നല്ലത് ചീത്ത തിരിച്ചറിയാൻ പറ്റി. അപ്പം നല്ലതാണെങ്കിൽ നമുക്ക് വേറെ ആരുടെയെങ്കിലും ശുപാർശകളൊന്നും വേണ്ട. അതിന് നമ്മൾ ആരെന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.